മറ്റു വാർത്തയിലേക്കാണ്. രത്തൻ ഖേൽക്കറെ സെക്രട്ടറിയെ നിയമിച്ചതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി. നിയമനത്തിൽ ഒരു അസ്വാഭാവികതയുമില്ല. ഖേൽക്കർ കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥനാണ്. കേരളത്തെ വിഷയത്തെ ബംഗാളുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷാരോപണം വലിയ തമാശയാണെന്നും വി ഡി സതീശന്റെ പരിഹാസം. UDF-ന് 102 സീറ്റ് വാങ്ങിത്തന്നത് ഖേൽക്കറാണോ എന്നും വി ഡിയുടെ പരിഹാസ ചോദ്യം. പാനൽ കൊടുത്ത അതിൽ നിന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കിയത്. പിണറായി ഗവൺമെൻറ് അദ്ദേഹത്തെ പാനലിൽ പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് UDF-ന് 102 സീറ്റ് മേടിച്ചു കൊടുക്കാനാണ്. ഇതിനേക്കാൾ വലിയ തമാശയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹം ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തെന്നോ, അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്, UDF-ന് 102 സീറ്റ് മേടിച്ച് തന്നത് ഈ രത്തൻ ഖേൽക്കറാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ടാക്സസ് ആയിട്ടും GST കമ്മീഷണറായിട്ടും അന്നത്തെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുമല്ലേ. ടാക്സസ് കമ്മീഷണറും സെക്രട്ടറി ടാക്സസും ആയിരുന്നു അദ്ദേഹം. എന്തായി പറയും വേറെ ഇങ്ങനത്തെ തമാശകൾ? ഞാൻ ഇതിന് ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. രത്തൻ ഖേൽക്കറിന്റെ നിയമനത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകി. ബംഗാളിലെ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബിനിൽ ഇലാസാബ് നൽകും വിശദാംശങ്ങൾ. ബിനിൽ, ഈ രത്തൻ ഖേൽക്കറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കും കോൺഗ്രസിനുമെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് ഇത് ഏറ്റവും വലിയ തമാശയാണെന്നുള്ള പ്രതികരണം, ഒരു പരിഹാസ രൂപത്തിലുള്ളൊരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എങ്ങനെ കാണണം ഇതിനെ? അരുണ്യ, പൂർണ്ണമായും ആ നിയമനത്തെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഇന്നിപ്പോൾ രത്തൻ ഖേൽക്കർ നിയമനത്തിൽ മുഖ്യമന്ത്രി എന്ത് പറയും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷ. നേരത്തെ അരുണ്യ പറഞ്ഞതുപോലെ CPM BJPയും വലിയ പ്രചരണ ആയുധം കൂടി ഇത് ആക്കിയിരുന്നു. ബംഗാളിൽ അവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ചീഫ് സെക്രട്ടറി ആക്കിയപ്പോൾ രാഹുൽ ഗാന്ധി നിശ്ചിതമായ അതിരൂക്ഷമായ ഭാഷയിലാണ് അതിനെ വിമർശിച്ചത്. അതിന് പിന്നാലെയാണ് ഇവിടെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിക്കുന്നത്. അതാണ് വലിയ വിവാദമായത്. ഇന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യം വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം ബംഗാളിലെ മറ്റൊരു സാഹചര്യമായിരുന്നു. അവിടെ വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം അവിടെ ഉന്നയിച്ചതാണ്. BJP സഹായിക്കുന്നു, അവിടെ SAR-ൽ ഗുരുതരമായ നടപടിക്രമങ്ങളിൽ പാലിച്ചില്ല, അവിടെ ആളുകളെ ഒഴിവാക്കുന്നു, ആ രീതിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ അവിടെ CPM-ഉം കോൺഗ്രസും തൃണമൂലും അടക്കം ഉയർത്തിയതാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. കേരളത്തിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതായത് രത്തൻ ഖേൽക്കറിനെതിരെ അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയേണ്ടിയിരുന്നെങ്കിൽ പ്രതിപക്ഷമായിരുന്ന ഞങ്ങളാണല്ലോ പറയേണ്ടിയിരുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരാണ് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അത് വലിയ ഈ വിഷയം ചർച്ചയാക്കുന്നത് വലിയ തമാശയാണ്. അദ്ദേഹമാണോ 102 സീറ്റ് കോൺഗ്രസിന് UDF-ന് വാങ്ങി തന്നതെന്ന് മറു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിലും അദ്ദേഹം ഇത് വിശദീകരിച്ചു. അപ്പോൾ രമേശ് ചെന്നിത്തലയാണ്, ആഭ്യന്തരമന്ത്രിയാണ് അതിനെ പിന്തുണച്ചത്. അദ്ദേഹം പറഞ്ഞത് നേരത്തെ നളിനി നെറ്റോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിൽ ചീഫ് സെക്രട്ടറി ആവുകയും മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആവുകയും ചെയ്തിട്ടുണ്ട് നളിനി നെറ്റോ. ആ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് രമേശ് ചെന്നിത്തല അതിനെ പിന്തുണച്ചത്. എന്തായാലും ഇത് വലിയൊരു തമാശയാണ്. ഇത്തരം ചർച്ചകൾ ചെയ്യുന്നത് തമാശയാണ്. ജയിച്ചതിന് ശേഷം താൻ കേൾക്കുന്ന വലിയ തമാശയാണ് എന്ന രീതിയിൽ പറഞ്ഞാണ് മുഖ്യമന്ത്രി ഇതിനെ ന്യായീകരിച്ചത്. എന്തായാലും മറ്റുള്ള വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചു. ഇതിപ്പോൾ വലിയ ഒരു ചർച്ചയായത് റവന്യൂ മന്ത്രി അറിയാതെ കളക്ടർമാരെ സ്ഥലം മാറ്റി എന്നുള്ളതായിരുന്നു വലിയ ചർച്ച. അത് കൃത്യമായി തന്നെ അദ്ദേഹം മറുപടി ഇത് പറയുകയും അടിയന്തര ഘട്ടമായതിനാലാണ് അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തത് എന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചത്. മാത്രമല്ല ഇത് താൽക്കാലിക സംവിധാനമാണ്. ഈ ഉദ്യോഗസ്ഥരുടെ ക്ഷാമം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഹരിച്ച് വിശദമായ ഒരു സ്ഥലം മാറ്റവും കാര്യങ്ങളും ഉടനെ ഉണ്ടാകും. അത് വകുപ്പുകളുമായി ആലോചിച്ചായിരിക്കും അത്തരം തീരുമാനം എടുക്കുക എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വ്യക്തമാക്കിയത്. മന്ത്രിസഭാ യോഗത്തിലും ഇത് ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് വ്യവസായ സെക്രട്ടറിയുടെ നിയമനം അത് വകുപ്പ് പോലും അറിയാതെ, മന്ത്രി പോലും അറിയാതെയായിരുന്നു എന്നുള്ളതായിരുന്നു ആക്ഷേപം. മന്ത്രിമാർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചത്. പ്രതിപക്ഷത്തിന്റെ ആരോപണം, ഖേൽക്കറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം തമാശയാണ്. താൻ ജയിച്ചതിന് ശേഷം കേൾക്കുന്ന ഏറ്റവും വലിയ തമാശയാണത്. ബംഗാളുമായി കേരളത്തിലെ സാഹചര്യത്തെ താരതമ്യം ചെയ്യേണ്ട എന്നുകൂടി മുഖ്യമന്ത്രി പറയുകയാണ്.